കോളേജിൽ പഠിപ്പിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്കറിയാം, നമ്മൾ കുട്ടികൾ വരുമ്പോൾ കുട്ടികൾ പല പ്രശ്നങ്ങളുമായി വരും. നമ്മൾ കുട്ടികളോട് സംസാരിക്കുമ്പോൾ അവർ പല പ്രശ്നങ്ങളും പറയും. സാറേ, ഞങ്ങൾ വീട്ടിൽ ചെന്നാൽ അമ്മയ്ക്ക് സമയമില്ല, അച്ഛന് സമയമില്ല, ഞങ്ങൾ പിന്നെ ആരോടാണ് ഞങ്ങളുടെ ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ പറയുന്നത്? ആർക്കും ഒന്നിനും നേരമില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നാൽ, അത് എത്ര കൊച്ചു കുട്ടിയായാലും എത്ര വലിയ കുട്ടിയായാലും, നിങ്ങളുടെ കുട്ടികൾ സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ വന്നാൽ നിങ്ങൾ സംസാരിക്കാവുള്ളൂ. അവരോട് സംസാരിച്ചാൽ, നല്ല ഒരു സൗഹൃദമായാൽ അങ്ങനെയുള്ള കുട്ടികൾ നിങ്ങളോടൊപ്പം സഞ്ചരിക്കും. നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, നിങ്ങൾ സംസാരിക്കുകയും കുട്ടികളുമായി ഒരു ബന്ധം സ്ഥാപിക്കാതിരിക്കുകയും ചെയ്താൽ, ഈ സ്നേഹം എന്നത് വെള്ളം പോലെയാണ് വൃക്ഷങ്ങൾക്ക്. നമ്മൾ മതിൽ കെട്ടി വൃക്ഷങ്ങളെ മതിലിനുള്ളിൽ സംരക്ഷിച്ചാലും അവ വെള്ളമുള്ളിടത്തേക്ക് വേരുകളിലൂടെ സഞ്ചരിച്ചു പോകും. വെള്ളമുള്ള സ്ഥലത്തേക്ക് വേരുമായി പോകും മരങ്ങൾ എന്ന് പറയുന്നത് പോലെയാണ് പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ ഏത് കുഞ്ഞുങ്ങളും, അല്ലെങ്കിൽ ഏത് യുവാക്കളും, അല്ലെങ്കിൽ ഏത് കൗമാരക്കാരും. സ്നേഹം കൊടുത്താൽ മാത്രമേ സ്നേഹം കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ അവരിലേക്ക് പുതിയ ധർമ്മബോധമുണ്ടാകും. നിങ്ങൾ കുറച്ച് പുരാണങ്ങളും നിങ്ങൾക്കറിയാവുന്ന കഥകളുമൊക്കെ പറഞ്ഞു കൊടുക്കൂ. ഈ കഥകളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മനുഷ്യനെ നല്ല രീതിയിൽ നയിക്കുന്നതിന് വേണ്ടി, മനുഷ്യന് നന്മകൾ കിട്ടുന്നതിന് വേണ്ടി, അത്തരത്തിൽ സഞ്ചരിക്കുന്നതിന് വേണ്ടി, മനുഷ്യൻ്റെ ജീവിതം ചിട്ടപ്പെടുത്തുന്നതിന് വേണ്ടിയൊക്കെയാണ്. അതിനുവേണ്ടി നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഉദാഹരണമായിട്ട് നിങ്ങളെല്ലാവരും, എന്നോട് പല കുട്ടികളും ചോദിക്കാറുണ്ട്, ഈ മഹാബലിയെ എന്തിനാണ് ചവിട്ടിത്താഴ്ത്തിയത് വാമനൻ? മഹാബലിയെ എന്തിനാണ് വാമനൻ ചവിട്ടിത്താഴ്ത്തിയത്? മഹാബലി ഒരു നല്ല രാജാവായിരുന്നില്ലേ? കാരണം അദ്ദേഹം രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കള്ളമില്ല, ചതിയില്ല, എള്ളോളമില്ല, പൊളിവചനം, കള്ളപ്പറയില്ല, ചെറുനാഴിയില്ല, കള്ളത്തരങ്ങളൊന്നുമില്ല. അങ്ങനെ ഇത്രയും എല്ലാ മനുഷ്യരും ഒന്നുപോലെ ജീവിപ്പിച്ച അത്തരത്തിൽ ഭരിച്ച ഒരു ഭരണാധികാരിയെ എന്തിനാണ് ഈശ്വരൻ നേരിട്ട് വന്ന് ചവിട്ടിത്താഴ്ത്തിയത് അല്ലെങ്കിൽ നിഷ്കാസനം ചെയ്തത് എന്ന് കുട്ടികൾ ചോദിക്കും. ഇപ്പോഴത്തെ കുട്ടികൾ ചോദിക്കും. അവർക്ക് അതിന് കൃത്യമായ നമ്മളോട് കുട്ടി ചോദിച്ചാൽ നമ്മൾ എന്തുത്തരം പറയും? അവിടെ മഹാബലി അല്ലെങ്കിൽ മഹാബലിയോട് വാമനൻ വന്ന് 3 അടി മണ്ണ് ചോദിച്ചത് എവിടെ വെച്ചായിരുന്നു എന്നുള്ളതാണ് പ്രധാനം. രാജകൊട്ടാരത്തിൽ വന്നല്ല വാമനൻ മണ്ണ് ചോദിച്ചത്, മറിച്ച് മഹാബലി ഒരു യാഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ യാഗത്തിൻ്റെ പേര് വിശ്വജിത്ത് എന്നാണ്. മഹാബലി വിശ്വജിത്ത് എന്ന് പറയുന്ന യാഗം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ യാഗസ്ഥലത്ത് വന്നാണ് വാമനൻ മണ്ണ് ചോദിക്കുന്നത്. വിശ്വജിത്ത് എന്ന് പറഞ്ഞാൽ വിശ്വം മുഴുവൻ വിജയിക്കുക എന്നുവെച്ചാൽ, അപ്പോൾ കുറേ പേർ തോൽപ്പിക്കണമല്ലോ. ഈ ലോകം മുഴുവൻ, ഈ പ്രപഞ്ചം മുഴുവൻ തൻ്റെ അധീനതയിലാകണമെന്നുള്ള അത്യാഗ്രഹമാണ് മഹാബലിയെ അപകടത്തിൽ ചാടിച്ചത്. ഈ മഹാബലിയുടെ കഥയിലൂടെ പുതിയ കഥകൾ, അല്ലെങ്കിൽ മനുഷ്യൻ എങ്ങനെയാണ് അത്യാഗ്രഹം ഒഴിവാക്കണം, സ്വാർത്ഥത ഒഴിവാക്കണം, എങ്ങനെയാണ് മനുഷ്യൻ, അതുപോലെ എങ്ങനെയാണ് അപരിചിതരുമായി ഇടപെടുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇടപെടേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഉപദേശങ്ങൾ ആ കഥയിലുണ്ട്. പക്ഷെ നമ്മൾ ഈ കഥയൊന്നും ശ്രദ്ധിക്കാറില്ല. നമ്മൾ മറ്റു പല കഥകൾക്ക് പിന്നാലെ പോകും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എല്ലാ പുരാണങ്ങളിലെയും ഇതിഹാസങ്ങളിലെയും കഥകൾ അത് മനുഷ്യന് നന്മ ചെയ്യാൻ വേണ്ടി പഴയ ഋഷിമാർ ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം. നമ്മൾ പ്രധാനമായും ഈ ഉത്സവങ്ങളൊക്കെ പലതരത്തിലുണ്ട്. എന്താണ് ഉത്സവങ്ങളുടെ പ്രത്യേകത, എന്താണ് പ്രാർത്ഥനകളുടെ പ്രത്യേകത, അതൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. നമുക്ക് ദേവി ക്ഷേത്രമായതുകൊണ്ട് ചില ദേവീസ്തുതികളുടെ വിശദാംശങ്ങളൊന്ന് പറയാം. 1-2 പാട്ടുകൾ ഒന്ന് കേൾക്കാം. ഏറ്റവും പ്രസിദ്ധമായ പാട്ട്, എല്ലാ പാട്ടും നമുക്ക് പറയാൻ പറ്റില്ല, എങ്കിലും നിങ്ങൾക്കെല്ലാം അറിയാവുന്ന വളരെ പ്രസിദ്ധമായൊരു പാട്ടാണ്, ദേവീസ്തുതിയാണ്. മൂകാംബിക അമ്മയെ സ്തുതിക്കുന്ന കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി എന്നൊരു പാട്ടുണ്ട്. കേട്ടിട്ടുണ്ടോ? കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി. കേട്ടിട്ടുണ്ടല്ലോ? കാതര ഹൃദയ സരോവര നെറുകയിൽ ഉദയാങ്കുലിയാകൂ മംഗളമന്ദസ്മിതം തൂകൂ. ഈ പാട്ട് എഴുതിയത് നമ്മുടെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാണ് കെ ജയകുമാർ. അദ്ദേഹം അന്ന് IAS കളക്ടറായിരുന്നു. അദ്ദേഹമാണ് ഈ പാട്ട് എഴുതിയത്. ഈ പാട്ട് അദ്ദേഹം എഴുതുമ്പോൾ
അദ്ദേഹം മൂകാംബികയിൽ പോയിരുന്നില്ല. അതായത് മൂകാംബിക ക്ഷേത്രം കാണാതെയാണ് അദ്ദേഹം ഈ പാട്ട് എഴുതുന്നത്. ഈ പാട്ട് എഴുതാനുള്ള സന്ദർഭം ഇതിൽ പ്രധാനമായി ഇത് ട്യൂൺ ചെയ്തിരിക്കുന്നത്, സംഗീതം ചെയ്തിരിക്കുന്നത് രവീന്ദ്രൻ മാസ്റ്ററാണ്, വളരെ പ്രസിദ്ധനായ സംഗീത സംവിധായകൻ. അപ്പോൾ രവീന്ദ്രൻ മാസ്റ്റർ ചെറുപ്പകാലം മുതൽ തന്നെ മൂകാംബികയിൽ പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. മൂകാംബിക ദേവിയെ പോയി കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹം പല കാരണങ്ങൾ കൊണ്ട്, ജീവിത പ്രശ്നങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞില്ല. അദ്ദേഹം തൻ്റെ ഡയറിയിൽ എഴുതി വെച്ചു, എനിക്ക് മൂകാംബിക അമ്മയെ കാണണം, മൂകാംബികയിൽ പോകണമെന്ന് സ്വന്തം ഡയറിയിൽ എഴുതി വെച്ചു. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഇങ്ങനെ സിനിമയ്ക്ക് പാട്ടൊക്കെ ട്യൂൺ ചെയ്ത് ഇങ്ങനെ പോയി. ഒരിക്കലും അദ്ദേഹത്തിന് മൂകാംബികയിൽ പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കും ഒരു ദിവസം അദ്ദേഹം ഒരു പാട്ട് ട്യൂൺ ചെയ്യാനായി സ്റ്റുഡിയോയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരനും അയാളുടെ ഒരു കൂട്ടുകാരനും കൂടി വന്നു. അപ്പോൾ അവരോട് സംസാരിച്ച വഴിക്ക് ഈ കൂട്ടുകാരൻ്റെ കൂട്ടുകാരൻ എന്ന് പറയുന്നത് ഒരു ജ്യോത്സ്യൻ കൂടിയാണ്. അദ്ദേഹം ഈ സംസാരിച്ച വഴിക്ക് രവീന്ദ്രൻ മാസ്റ്ററോട് ചോദിച്ചു, നിങ്ങൾ എപ്പോഴെങ്കിലും മൂകാംബികയിൽ പോയിട്ടുണ്ടോ? അപ്പോൾ പറഞ്ഞില്ല, പോയിട്ടില്ല. എങ്കിൽ ഉടൻ പോകണം, നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഉടൻ മൂകാംബിക അമ്മയെ കാണണമെന്നുള്ള ഒരു നിമിത്തം കാണുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഉടൻ മൂകാംബികയിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് വളരെ ആവേശമായി. അപ്പോൾ ആ സിനിമയുടെ ട്യൂണിംഗ് ഒക്കെ കഴിഞ്ഞ് പോകാം എന്ന് കരുതിയിരിക്കുമ്പോൾ പിറ്റേ ദിവസം രാവിലെ ഭാര്യ വിളിക്കുകയാണ്. ഭാര്യ വീട്ടിലിരുന്ന ഡയറി അടുക്കിപ്പെറുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഡയറി തുറന്നു നോക്കിയപ്പോൾ അതിൽ എഴുതി വെച്ചിരിക്കുന്നു, വർഷങ്ങൾക്ക് മുമ്പേ മൂകാംബികയിൽ പോകണം. അപ്പോൾ ഉടൻ തന്നെ മാഷെ വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ മൂകാംബികയിൽ പോകണം എന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പോയിട്ടില്ല. എങ്കിൽ ഉടനെ പോകണം, അതൊരു നിമിത്തമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ രണ്ടുപേരും ഒരേപോലെ പറയുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു? എന്നാൽ പോയിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞു. എല്ലാവരും, രണ്ടുപേരും പ്രധാനമായിട്ട് ഭാര്യയും പറഞ്ഞു, ഒരു പണ്ഡിതനായ ഒരു മനുഷ്യനും പറഞ്ഞു, എന്നാൽ ഇന്ന് തന്നെ പോയേക്കാം എന്ന് കരുതി അദ്ദേഹം അവിടെ നിന്ന് തീവണ്ടിയിൽ കയറി മംഗലാപുരത്ത് പോയി ഇറങ്ങി. മംഗലാപുരത്ത് അന്ന് താമസിച്ച് അടുത്ത ദിവസം പോകാം, മൂകാംബികയിലേക്ക് പോകാമെന്ന് കരുതി ഇരിക്കുമ്പോഴാണ് അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ കാണുന്നത് മൂകാംബികയിലേക്കുള്ള ബസ് ബോർഡ് വെച്ച് തയ്യാറായി നിൽക്കുക. അപ്പോൾ അദ്ദേഹം ഓടിച്ചെന്ന് ബസ്സിൽ കയറി. അങ്ങനെ മൂകാംബികയിൽ ചെന്നു. മൂകാംബികയിൽ ചെന്നിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം അവിടെ 3 ദിവസം അവിടെ അമ്മയുടെ സന്നിധിയിൽ ഇരുന്നു, ഭജനമിരുന്നു. അങ്ങനെ ഭജനമിരുന്നിട്ട് തിരിച്ചു വന്നു. തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഭാര്യ പറഞ്ഞു, നിങ്ങളെവിടെ പോയിരിക്കുകയായിരുന്നു? ഞാൻ മൂകാംബികയിൽ പോയിരിക്കുകയായിരുന്നു, അപ്പോൾ പ്രസാദമൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഭാര്യ പറഞ്ഞു, ഇന്നലെ ഒരു കൂട്ടർ കാറിൽ ഇവിടെ വന്നിരുന്നു, ഏതോ പുതിയ സിനിമയുടെ കാര്യം പറയാൻ വന്നതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്നാൽ ശരി ഊണൊക്കെ കഴിച്ചിട്ടിരിക്കാമെന്ന് ഭക്ഷണമൊക്കെ കഴിച്ചങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ വീണ്ടും വന്നു പിറ്റേ ദിവസം. അപ്പോൾ നാളെ വരും മാസ്റ്റർ, നാളെ വരും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ വണ്ടി ഒരു കാറിൽ 3-4 പേര് വന്നു. അവർ വന്ന് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ പുതിയൊരു സിനിമ എടുക്കുന്നു, നീലക്കടമ്പ് എന്നാണ് ആ സിനിമയുടെ പേര്. ആ സിനിമയിൽ ഒരു 3-4 പാട്ടുണ്ട്, അത് മാസ്റ്റർ ചെയ്യണം എന്നാണ് ആഗ്രഹം. അതിലൊരു പാട്ട് മൂകാംബിക അമ്മയെ സ്തുതിക്കുന്ന പാട്ടായിരിക്കണം എന്ന് ഞങ്ങൾക്കൊരു ആവശ്യമുണ്ടല്ലോ. അദ്ദേഹം അത്ഭുതപ്പെട്ടുപോയി. കാരണം പല നിമിത്തങ്ങൾ, നമ്മൾ ഈശ്വരനില്ല എന്ന് പറയുന്നവരുണ്ട്, അവർക്ക് അവരുടെ വിശ്വാസം, കാരണം പണ്ട് മുതലേ നമ്മുടെ വിശ്വാസങ്ങളിൽ അങ്ങനെ ഒരു വിശ്വാസം കൂടിയുണ്ട്. ഇങ്ങനെ ഈ മൂകാംബിക അമ്മയിൽ പോയി കണ്ടു, തൊഴുതു, തിരിച്ചു വന്നു. ആദ്യം വന്നിരിക്കുന്ന സിനിമ, അതിൽ പാട്ട് മൂകാംബിക ദേവിയുടെ സ്തുതിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് വളരെ അത്ഭുതം തോന്നി. അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെയ്യാം. അപ്പോൾ ആ മൂകാംബികയിൽ പോയി തൊഴുതിട്ട് വന്ന ആദ്യമായി രവീന്ദ്രൻ മാസ്റ്റർ ട്യൂൺ ചെയ്യുന്ന പാട്ട് കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി എന്നുള്ള പാട്ടാണ്. അതിൻ്റെ രസം, ആ പാട്ട് എഴുതാനായി വന്നിരിക്കുന്ന ആളും മൂകാംബികയിൽ പോയിട്ടില്ല. അദ്ദേഹം മൂകാംബികയെക്കുറിച്ച് വായിച്ചിട്ടാണ് ആ പാട്ട് എഴുതുന്നത്. അങ്ങനെ അതെത്രയോ മനോഹരമായ പാട്ടാണെന്ന് തന്നെ അറിയാം. ഇതിലെ ഏറ്റവും വലിയ രസം, ആ സിനിമ ഇറങ്ങിയില്ല. പാട്ടുകൾ മാത്രമേ ഇറങ്ങിയുള്ളൂ, സിനിമയുടെ പ്രവർത്തനമേ നടന്നില്ല. അദ്ദേഹം മൂകാംബികയിൽ പോകാൻ അതിന് രണ്ടുപേര് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ 2 പ്രധാനപ്പെട്ടവർ നിർബന്ധിക്കാൻ അദ്ദേഹം പോകുന്നു. അതുവരെ മൂകാംബികയിൽ പോയിട്ടില്ലാത്തൊരാൾ പാട്ടെഴുതുന്നു. ആ സിനിമയെ ഷൂട്ടിംഗ് നടക്കാതെ പോകുന്നു. അതിൽ പാട്ടുകൾ മാത്രം പുറത്തു വരുന്നു. ആ പാട്ടുകൾ ഇന്നും നമ്മൾ ഓർക്കുന്നു. നമ്മൾ വിജയദശമി അങ്ങനെയുള്ള പൂജ
സമയങ്ങളിലൊക്കെ അല്ലെങ്കിൽ തന്നെ എപ്പോഴും പാടുന്ന ദേവീസ്തുതി, ഏറ്റവും പ്രധാനപ്പെട്ട ദേവീസ്തുതി അല്ലെങ്കിൽ മൂകാംബി അമ്മയെക്കുറിച്ചുള്ള ഏറ്റവും പ്രസിദ്ധമായ ദേവീസ്തുതിയായി കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി എന്നുള്ള പാട്ട്.